കൃഷ്ണൻ എപ്പോഴും, കൃഷ്ണന്റെ ക്ഷമ മുഴുവൻ തകരുന്നത് ശ്രദ്ധിച്ചാൽ കാണാം. എപ്പോഴും അദ്ദേഹത്തിന് രോഷം വരുന്നത് അർജുനനെ തൊടുമ്പോഴാണ്. വേറെ ആരെ തൊടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമേ അല്ല അത്. അർജുനനെ തൊട്ട കൃഷ്ണന്റെ സ്വഭാവം മാറും. അർജുനൻ മരിക്കും എന്നുള്ള അവസ്ഥ വന്ന സമയത്ത് അർജുനൻ തേർത്തട്ടിൽ മുറിവേറ്റ് തിരിച്ചൊരസ്ത്രം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് തളർന്നങ്ങോട്ട് പോണ സമയത്ത് തൻ്റെ ശരീരം മുഴുവൻ പൊട്ടി ഒലിച്ച് അസ്ത്രങ്ങൾ കൊണ്ട് അതിനെയൊക്കെ ഒടിച്ചു കളഞ്ഞ് ഭഗവാന്റെ ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ച് കളയും ഭീഷ്മർ. ഭഗവാൻ ആ തേർത്തട്ടിൽ നിന്ന് ചാടി താഴോട്ടേക്ക് ഇറങ്ങി അവിടെ നിലത്ത് തകർന്ന് കിടക്കണ ഒരു തേരിൻ്റെ ആ ചക്രം എടുത്തിട്ട് ഭീഷ്മരെ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടൊരു പോക്കുണ്ട്. നമ്മളത് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരും പിൽക്കാലത്ത് പറഞ്ഞു വരും ഭഗവാൻ സുദർശനം എടുത്ത് പോയി എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. മഹാഭാരതത്തിൽ മൂലഭാരതത്തിൽ ഭഗവാൻ നിലത്ത് കിടക്കണ തേർച്ചക്രം എടുത്തിട്ട് പോയി. വ്യാസമഹർഷി എഴുതിയിരിക്കുക, ആകാശത്ത് കൂടെ മരതകം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു പർവ്വതം ഇടിമിന്നലുകളോടുകൂടിയിട്ട് കടന്നു പോകുന്നത് പോലെയാണ് അത്ര ഭഗവാൻ വരണത് കണ്ടപ്പോൾ ഭീഷ്മർക്ക് തോന്നിയത്. ഭീഷ്മർ ഉടനെ തന്നെ തൻ്റെ കൈകൾ അസ്ത്രശസ്ത്രങ്ങളൊക്കെ നിലത്തിട്ടു. തേർത്തട്ടിൽ അങ്ങോട്ട് മുട്ടുകുത്തിയിരുന്നിട്ട് മാധവ നിന്റെ കൈ കൊണ്ടുള്ള മരണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തല കുനിച്ച് കാണിച്ചു കൊടുത്തു. കൊന്നോളാൻ പറഞ്ഞു, മോക്ഷാണെന്ന്. അർജുനൻ ആ നേരത്ത് ചാടി തേർന്ന് ചാടിച്ചെന്ന് ഭഗവാന്റെ കാലിൽ പിടിച്ച് അരുത്, പ്രതിജ്ഞ ലംഘിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഭീഷ്മരപ്പ രക്ഷപ്പെട്ടത്.